ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വണ്ടിന്റെ പൊല്യൂഷൻ തീർന്നുണ്ടോ? പൊല്യൂഷൻ തീർന്നിട്ട് നേരെ പോയിട്ട് പൊല്യൂഷൻ പോയിട്ട് നിങ്ങൾ ഈ കാര്യം ഒന്ന് ഉറപ്പിച്ച് വരുത്തുക. അതായത് നിങ്ങളുടെ ഫോൺ നമ്പർ RC ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ? അതായത് RC ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ. അതായത് ഇപ്പം നിലവിൽ ആധാറായിട്ട് ലിങ്ക് ചെയ്ത് ആ ഫോൺ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, പോയാൽ നിങ്ങൾക്ക് പൊല്യൂഷൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ പൊല്യൂഷൻ കിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഉറപ്പില്ലാന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾ ആധാർ കാർഡിൻ്റെ ഒരു ഫോട്ടോ ഫോണിലെടുക്കുക. RC ബുക്കിൻ്റെ കോപ്പി ഉണ്ടാവുമല്ലോ, ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിന്റെ കോപ്പിയും എടുത്തിട്ട് നേരെ ഒന്നെങ്കിൽ അക്ഷയ പോവാം, അല്ലാന്നുണ്ടെങ്കിൽ പൊല്യൂഷൻ സെന്റർ പോവാം. അക്ഷയ പോകേണ്ട ആവശ്യമില്ല. പൊല്യൂഷൻ തീർന്നാണെന്നുണ്ടെങ്കിൽ നേരെ പൊല്യൂഷൻ സെന്റർ പോയാൽ മതി. അവർ ചെയ്ത് തരും. അവർ തന്നെ പൊല്യൂഷൻ അപ്പം തന്നെ പൊല്യൂഷൻ എടുക്കുകയും ചെയ്യുക. നിങ്ങളെ ഫോൺ നമ്പർ അതിലേക്ക് ലിങ്ക് ചെയ്യാട്ടോ. ആധാറായിട്ട് ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ വേണം കേട്ടോ. അതിലേക്കാണ് OTP വരിക. അപ്പം ആദ്യം നമ്മൾ പൊല്യൂഷൻ സെന്ററിൽ ചെന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് ഫോൺ നമ്പർ ഏതെങ്കിലും ഫോൺ നമ്പർ കൊടുത്താൽ മതി. അതിലേക്ക് മെസ്സേജ് വരുന്നത് മാത്രമേ ഉള്ളൂ. പൊല്യൂഷൻ കിട്ടും. പക്ഷേ ഇത് ആദ്യം നിങ്ങൾ ഫോൺ നമ്പർ അടിച്ചതിൽ OTP വന്നതിന് ശേഷം മാത്രമേ ഇപ്പോൾ പൊല്യൂഷൻ അവർ എടുത്തരുള്ളൂ. അല്ല, ഒരു OTP കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പൊല്യൂഷൻ കിട്ടില്ല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. RC ആയിട്ട് ഫോൺ നമ്പർ ലിങ്ക് ചെയ്യണം. അത് ആധാറായിട്ട് ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഫോൺ നമ്പർ തന്നെ വേണം, എന്നാലേ OTP കിട്ടുള്ളൂ കേട്ടോ. ഒറ്റ കാര്യം ചെയ്താൽ മതി. ആധാറിന്റെ കോപ്പി, ആധാറിന്റെ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുക, RCന്റെ ഫോട്ടോ എടുക്കുക, നേരെ പൊല്യൂഷൻ സെന്ററിൽ പോവാം. ഇനി പൊല്യൂഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നേരെ അക്ഷയയിൽ പോയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം പൊല്യൂഷൻ എടുക്കുന്ന സമയത്ത് പൊല്യൂഷൻ സെന്ററിൽ പോയാൽ മതി. അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് ഭാഗത്തും ചെയ്ത് പൊല്യൂഷൻ സെന്ററിൽ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി പെട്ടെന്ന്. അക്ഷയയിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. നേരെ പൊല്യൂഷൻ സെന്ററിൽ പോയാൽ മതി. അവരത് ചെയ്ത് തരും കേട്ടോ. ചോദിച്ചു നോക്കിയാൽ മതി. ചില ഭാഗത്തൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ന്യൂസ് വന്നിട്ടുള്ളതാണ്, നമ്മളെ റീടെസ്റ്റ് വെക്കുന്ന വണ്ടികൾക്ക് 10 ഇരട്ടി എമൗണ്ട് കൂട്ടിയിട്ടുണ്ടല്ലോ. 15 വർഷം 20 വർഷം കഴിഞ്ഞ വണ്ടികൾക്ക് 10 ഇരട്ടി എമൗണ്ട് കൂട്ടിയിട്ടുണ്ടല്ലോ. കേന്ദ്ര സർക്കാർ ഒരു നിയമം വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതിൽ ചെറിയൊരു വ്യത്യാസം വരുന്നത് പറയുന്നുണ്ട്. അത് നാടകമാണെന്നല്ല, ഇലക്ഷന്റെ ഭാഗമായിട്ടുള്ള നാടകമാണെന്നല്ല. നമ്മളെ ഗതാഗത മന്ത്രി പറഞ്ഞിട്ടുണ്ട് അത് കേരളത്തിന്റെ ഒരു നിയമം ഇതാക്കിയിട്ട് അത് കുറയ്ക്കാന്നൊക്കെ പറയുന്നുണ്ട്. അത് ഇലക്ഷൻ കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. അത് ഇനി ഇലക്ഷന്റെ നാടകമാണോ അതൊന്നും അറിയില്ല. അപ്പൊ ഈ ഒരു ഇലക്ഷൻ സമയത്താണോ അവർ പറഞ്ഞില്ല. ഫുള്ള് ഡീറ്റെയിൽസ് ഒന്നും വേണ്ടില്ല. ചെറിയൊരു വെടി പൊട്ടിച്ചിട്ടുണ്ട്. അത് നടക്കൂല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പൊ അതും കൂടി ജസ്റ്റ് ഒന്ന് ഇൻഫർമേഷൻ പറഞ്ഞു കേട്ടോ.